ചവിട്ടി നടക്കുന്ന തറയില്ലേ, നിന്റെ കണ്ണീര് കൊണ്ട് തന്നെ ഞാൻ കഴുകി ശുദ്ധമാക്കിയിരിക്കും. എന്തെങ്കിലും ഒന്ന് പത്മയ്ക്ക് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യം മാത്രം. അത് കഴിഞ്ഞ ഈ പത്മ തിരിച്ചു പിടിച്ചിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയതാടി ഈ സമൂഹത്തിലെ സ്ഥാനവും ഈ കമ്പനിയും ഈ പത്മ എന്നുള്ള പേരും. മനസ്സിലായല്ലോ നിനക്ക്? എന്റെ മോനെ നോക്കാനേ ഞങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് വയ്യെന്ന് തോന്നിക്കഴിഞ്ഞ ദിവസ കൂലിക്ക് ഇവിടെ ആളെ നിർത്തും. എങ്കിൽ പോലും നിന്റെ ഈ സർവീസ് വേണ്ട. പോടി, ഇറങ്ങി പോവാൻ. രാജേട്ടാ, രാജേട്ടാ, എന്താ മോളെ? നേരം വെളുത്തു. അല്ല, ഇന്നലെ മോള് എപ്പോഴാ ഉറങ്ങി? രാജേട്ടനകത്തേക്ക് വാ. മോളൊന്നും ചെയ്യണ്ട, ഒക്കെ രാജവട്ടം ചെയ്തോളാം. ഏയ്, അതൊന്നും ശരിയാവില്ല. സൂര്യസാറ് മരുന്ന് കഴിക്കുന്നതാ. നല്ല ഭക്ഷണം കൊടുക്കണം, അതും കൃത്യസമയത്തിന് കൊടുക്കണം. അതുണ്ടാക്കി വെച്ചേ പറ്റൂ രാജുവേട്ടാ. പിന്നെ രാജുവേട്ടനൊന്ന് കടയിൽ പോണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിനെന്താ മോളെ, ഞാനൊന്ന് പല്ല് തേച്ച അപ്പൊ തന്നെ പോയിട്ട് വരാം. ഓക്കെ? എന്തായാലും എന്നെ വിലക്കിയ കൂട്ടത്തില് അടുക്കള വിലക്കിയിട്ടില്ല. അടുക്കളയിൽ കേറണ്ടെന്ന് മോളോട് പറഞ്ഞാല് പട്ടിണി ഇടന്ന് ചാവേണ്ടി വരുമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. എത്ര നേരമെന്ന് വെച്ചാ മോളെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്? അത് കഴിയുമ്പോ കൊമ്പത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നല്ലേ പറ്റൂ. രാജേട്ടൻ ഇങ്ങനെ ഉറക്കം സംസാരിക്കണ്ട, അവരാരെങ്കിലും കേട്ടാ കുഴപ്പാവും. കേക്കട്ട് രാജേട്ടാ, രാജേട്ടന് ഞാൻ കട്ടനിട്ടേരം കുടിച്ചിട്ട് പോ. അത് വേണ്ട മോളെ, രാവിലെ എന്തായിരുന്നാലും കടയിൽ പോകുന്നുണ്ടല്ലോ, അവിടെ നിന്നൊരു ചായയും കുടിച്ച് അവിടെ 1-2 പരിചയക്കാരൊക്കെ ഉണ്ട്, അവരോട് സംസാരിക്കുകയും ചെയ്യാം. മോളെന്താ വേണ്ടെന്ന് വെച്ചാ പറ, രാജോട്ടം വാങ്ങിച്ചോ.
വേറെ എന്തെങ്കിലും? മതി. അപ്പൊ ഇത്രയല്ലേ ഉള്ളു മോളെ? ആ ആ പിന്നെ അയ്യോ, സാറ് ഉണർന്നു മോളെ. സാറ് ബോധത്തിലാണ് ഈ വിളി വിളിക്കുന്നുണ്ടെങ്കിൽ മോക്ക് അവിടെ ചെല്ലാൻ പറ്റും. മോള് നോയിക്കോ. നീ എവിടെയാ?